ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിലിടുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് മിക്സ് വെജിറ്റബിൾ അച്ചാർ എങ്ങനെ തയ്യാറാക്കാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാമേ. ഞാൻ മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ കഴുകിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം തന്നെ ആ വെള്ളം നമ്മൾ കഴുകി ആ വെള്ളമൊക്കെ ഇങ്ങനെ ബബിളായിട്ട് വന്ന് അതങ്ങ് വറ്റിപ്പോകുന്നുണ്ട്. ഇതെല്ലാം പോയതിന് ശേഷമേ നമ്മൾക്ക് നമ്മുടെ ഇത് ഉണ്ടാക്കി തുടങ്ങാൻ പാടുള്ളൂ. നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, മാങ്ങ, പച്ചമുളക്, പാവയ്ക്ക, വെളുത്തുള്ളി, ഇതൊക്കെയാണ് ഞാൻ നമ്മുടെ മിക്സ്ഡ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഉരുളിയിലേക്ക് ചുവട് കെട്ടിയ ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കാണ്. എള്ളെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇച്ചിരി എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അല്ലേ, നമ്മൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇതായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ഈസിയാണ് നമ്മുടെ ഈ മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാർ തയ്യാറാക്കാനായിട്ട്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഇത് ആരും മിസ് ചെയ്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് വഴി അറിയിക്കുന്നതാണ്. ഇവിടെ കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിത്തെറിച്ച് വരുന്ന ഒരു സമയത്തിന് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി അല്ലാതെ ഞാൻ അതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത്. നല്ല പൊട്ടിത്തെറിയാണ് ധരിക്കുന്നത്. ഇളക്കി കൊടുക്കാം. പൊട്ടിത്തെറിച്ച് പോകും, അതെല്ലാവരും പതുക്കെയൊക്കെ ചെയ്യാം. നമ്മൾ എടുക്കുന്ന എല്ലാ കറികളും നല്ല ക്ലീൻ ആയിട്ട് വേണം എടുക്കാൻ. ഇത് നമ്മൾ ഇതിനകത്തിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മിക്സ്ഡ് വെജിറ്റബിൾ ആണ്. ക്യാരറ്റ്, പച്ചമുളക്, പാവയ്ക്ക, മാങ്ങ, ഇതെല്ലാമാണ് നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിളിന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വേണം അത് അരിഞ്ഞിടാനായിട്ട്. നമ്മൾ ഇത് നമ്മുടെ ഇതിനകത്തിലേക്ക് ഇടുകയാണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. കണ്ടില്ലേ, നമ്മളത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു അച്ചാറാണേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഉപ്പ് പൊടിയല്ല. ഉപ്പ് പൊടിക്കകത്ത് ഇച്ചിരി മായവും കെമിക്കൽസൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഞാൻ വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളമാക്കി എടുത്തതാണ്. കറിയിൽ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും
ചൂസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം ഉപ്പുവെള്ളമാണ്. ഒട്ടും കെമിക്കലില്ലാതെ നല്ലതായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. ഞാൻ ആ ഉപ്പുവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഞാനൊരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്, ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാടുന്നിടം വരെ ഒന്ന് ചെയ്യാം. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തിലേക്ക് കിട്ടിയ വെജിറ്റബിൾസിനകത്ത് ക്യാരറ്റും പാവയ്ക്കയും പച്ചമുളകും ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. മാങ്ങ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചുറ്റിയാണ് ഇടുന്നത്. ഇപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കനോടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മടിച്ച് നിൽക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് തന്നെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കേണ്ടതാണ്. എനിക്ക് 100% ഉറപ്പാണ് എല്ലാവരും ട്രൈ ചെയ്യും. ഈ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് 100% നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. കാരണം അത്രയ്ക്ക് നല്ലൊരു അച്ചാറാണ് ഇത്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു അച്ചാറും കൂടിയാണ്. ഒരു എന്താ പറയുക, ഒരു കെമിക്കലും മായവും ഒന്നും ഇല്ലാതെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു അച്ചാറുമാണിത്. പിന്നെ വേറൊരു കാര്യം, ഈ പച്ചക്കറിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഒത്തിരി വട്ടം നന്നായിട്ട് കഴുകി തന്നെ എടുക്കണം. ഞാൻ വൃത്തിയായിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനേ. എടുക്കുന്ന പാത്രമായി നന്നായിട്ട് കഴുകിയതിന് ശേഷം അടുക്കി വെക്കാവുള്ളൂ. അപ്പം അതാണ് ഞാൻ നിങ്ങളെ ആദ്യമേ കാണിച്ചത്. അതിങ്ങനെ വെള്ളം വറ്റിപ്പോകുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വൃത്തിയില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. പിന്നെ നമ്മളെടുക്കുന്ന തവിയായാലും എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മുടെ ഇത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇത് കരിയാതെ നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഹാഫ് ബോയിൽ ചെയ്തെടുക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം, ഇത് കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്ന ഒരു ഐറ്റമാണിത്. ഇനി നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് വെന്തോ നോക്കണം. നല്ല കഷ്ണമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മാങ്ങ ഇങ്ങനെ നീട്ടി ചെത്തിയത് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇല്ല, നമ്മൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മാങ്ങയോട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അച്ചാറല്ലേ, അപ്പൊ ഇതിന് നല്ല ഉപ്പൊക്കെ വേണം. അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടും. ഉപ്പ് കൂടിപ്പോകാനും പാടില്ല. നല്ലൊരു ഇതായിട്ട് തന്നെ നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ ഉപ്പുകല്ലാണത്, കണ്ടില്ലേ? ഉറപ്പായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നിൽക്കുന്ന റിസൾട്ട് നന്നായിട്ട് കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ചെയ്തെടുക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഇതാരും മടിച്ച് നിന്ന് ട്രൈ ചെയ്യാതിരിക്കല്ല, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എടുക്കണേ.
അതുകൊണ്ട് ഈ വെള്ളം കണ്ടില്ലേ, ഇത് വറ്റുന്നിടം വരെ നമ്മളത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. വറ്റുന്ന വരെ. വെള്ളം കണ്ടോ നിങ്ങൾക്ക് അത് കാണാൻ ഞാൻ വിചാരിക്കുന്നു. ഒക്കെ കാരണം ക്യാമറയ്ക്ക് ഒരു റെഡ് കളറായി പോയി. ഇത് അടുത്ത് പിടിച്ച് കാണിക്കുകയാണ്, കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അടുത്ത് പിടിച്ച് കാണിച്ചിട്ടിരുന്നത്. ഞാൻ ഉരുളി എടുത്തതേ ഉള്ളൂ, നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്, അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കണേ. നമ്മൾ ഈ അച്ചാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ഒന്നും ചേർക്കില്ല, നമ്മൾ മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കണ്ടില്ലേ, മുളക് പൊടി ഒന്നും അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. അത്രയ്ക്ക് ഒരു ഇതുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മുടേത്. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു നുള്ളുപ്പെന്നൊക്കെ പറയുന്നത്, ഒരു നുള്ളു മഞ്ഞപ്പൊടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വേണം നമ്മൾ എടുത്തു കൊടുക്കാൻ. ആ മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ. നമ്മളിപ്പോൾ തീ ഒന്നും മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അല്ലേ. ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ച ആ ഒരു വെള്ളം ഇപ്പൊ കുറഞ്ഞു വരികയാണ്, നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി കായപ്പൊടിയാണ്. കണ്ടില്ലേ, ഇതാണ് കായപ്പൊടി. ഞാൻ ഇച്ചിരി കായപ്പൊടി എന്നതിലോട്ട് ഇടുകയാണ്. കായം നമ്മൾ ഈ അച്ചാറിനകത്ത് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണവും കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റുമാണ് അച്ചാറിനകത്ത് നമ്മൾ ഈ കായം ചേർത്ത് കഴിയുമ്പോൾ. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഇത് ചാറെല്ലാം നന്നായിട്ട് വറ്റി. കണ്ടോ, ഞാൻ അടുത്തോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ചുമന്ന നല്ല സ്മോക്ക് നേരത്തെ വന്നായിരുന്നു. പുകയുടെയാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ ഇതിനകത്തിലേക്ക് ഇത്ര വഴറ്റി മതി. നമ്മൾ അതിനകത്തിലേക്ക് ഒരു ഇച്ചിരി ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റ് പോലെ ഇരിക്കും. അഥവാ ഒഴിവ് ഇച്ചിരി കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഈ ഉലുവാപ്പൊടിയും അല്ല ഈ പുളിയൊക്കെ ഒരുപാട് വേണ്ടവരാണെങ്കിൽ ഉലുവാപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇച്ചിരി നിങ്ങളുടെ ആവശ്യത്തിനിടുക. പിന്നെ ഞാൻ മുളക് പൊടി ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത് മുളക് ചേർക്കുന്നുണ്ട്. ആ മുളക് മതിയാവും, അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത്. നിങ്ങൾ മുളക് പൊടി ചേർക്കണ്ട. ല്ലേ എന്ത് രസമാണ് അത് കാണാനായിട്ട്. നമ്മുടെ അച്ചാർ ഇവിടെ ഇപ്പൊ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാവേ. കണ്ടേ, നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അച്ചാർ അപ്പം ഇവിടെ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇന്നത്തിലേക്ക് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. കുറച്ച് വിനാഗിരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയൊരു ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഇതിനൊരു പുളി രുചി വരത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. ഒത്തിരി ചേർക്കുന്നത് ഇത് ഇച്ചിരി മതിയാവും. ഇനിയിപ്പോൾ ഒഴിച്ചൊരു കപ്പിൽ 1/4 ഭാഗം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത്രയും മതിയാവും നമ്മുടെ അച്ചാറിന്. ഈ അച്ചാർ കാണുമ്പോൾ നമ്മൾക്ക് മാങ്ങ അച്ചാർ പോലൊന്നും അല്ല തോന്നുന്നത്. ഇതിൻ്റെ ഒരു ബ്രൈറ്റ് കളറാണ്, ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നും. അത്രയ്ക്ക് നല്ലൊരു അച്ചാറാണ്. കണ്ടില്ലേ, നല്ല കളറാണ്. ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് വർക്ക് ആവുന്ന ഒരു എന്താ പറയുക ഡിഷാണിത്. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത്. ഇതെല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഈ കാര്യമാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ അച്ചാറ് കണ്ടില്ലേ, ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചെടുക്കാം നമ്മുടെ അച്ചാറ്. നമ്മളുടെ ഈ ഒരു അച്ചാറിന് ഒരു നല്ല മണമുണ്ട്. ഈ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്ക് കൊതിയാവുന്ന ഒരു തരത്തിലുള്ള ഒരു അച്ചാറാണ് ഇത്. കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പൊ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതെല്ലാവരും ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് വഴി എന്നെ ഒന്ന് അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞേ. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് ഞങ്ങൾ വേറൊരു എപ്പിസോഡിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ശരി.